ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെന്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന്റെ കണ്ണൂർ എക്സാമിന്റെ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചിട്ടുള്ള രാജ്യം ഏതെന്നാണ് ചോദ്യം. ആൻസർ ഇന്തോനേഷ്യ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അപ്പൊ നമുക്ക് 2018 തൊട്ടുള്ളത് നോക്കാം. 2018 എവിടെയായിരുന്നു? ഓസ്ട്രേലിയ അല്ലെ, ഗോൾഡ് കോസ്റ്റ്. 2022 ബിർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. 2026 വിക്ടോറിയ, ഓസ്ട്രേലിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഈ കോമൺവെൽത്ത് ഗെയിം നടക്കുക എന്നുള്ളൊരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് 2026 തൊട്ട് റിവേഴ്സ് ഓർഡറിൽ പഠിക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഓർക്കാം, വിബ്ജിയോർ എന്ന് പറയില്ലേ നമ്മൾ, വിബ്ജിയോർ. അപ്പൊ അതേപോലെ ഒന്ന് ഓർക്കാം കേട്ടോ. അതായത് VI എന്ന് പറഞ്ഞാൽ വിക്ടോറിയ, ഇനി B എന്ന് പറഞ്ഞാൽ ബിർമിംഗ്ഹാം ആണ്, G എന്ന് പറഞ്ഞാൽ ഗോൾഡ് കോസ്റ്റ്. ഓക്കെ, അപ്പൊ കണ്ടോ, വിബ്ജിയോറിന്റെ VIBG ഓർത്താൽ മതി. റിവേഴ്സ് ഓർഡറിൽ എടുക്കുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? വിക്ടോറിയ, ബിർമിംഗ്ഹാം, ഗോൾഡ് കോസ്റ്റ്. ഇനി ജസ്റ്റ് ഓർത്തു വെക്കാം, നമുക്ക് ഈ വിബ്ജിയോർ എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ടുള്ള കളേഴ്സ് ആണ് അതിനകത്തുള്ളത് അല്ലെ. വിബ്ജിയോർ എല്ലാ കോമൺ ആയിട്ടുള്ള കളേഴ്സ് ഇല്ലേ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഗോൾഡ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യാലോ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓർത്തു പോവാം കേട്ടോ. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് ഒന്ന് ഓർത്തു നോക്കിയ കോമൺ കളേഴ്സ് നമ്മുടെ വിബ്ജിയോർ. അപ്പൊ VI വിക്ടോറിയ, ബിർമിംഗ്ഹാം ഗോൾഡ് കോസ്റ്റ് അല്ലെ. വിക്ടോറിയ ഓസ്ട്രേലിയ, ബിർമിംഗ്ഹാം ഇംഗ്ലണ്ട്, ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ കേട്ടോ. അപ്പൊ ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. അതേപോലെ തന്നെ ഓരോ 4 വർഷം കൂടുമ്പോഴാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ഏഷ്യൻ ഗെയിംസ് ആണ്. ഏഷ്യൻ ഗെയിംസ് 2022 നടന്നിട്ടുള്ളത് ചൈനയിലാണ്, ഹാങ്സ്റ്റോ ട്ടോ. 2026 ജപ്പാൻ, ഐച്ചി നഗോയ, ജപ്പാൻ. 2030 ദോഹയിലാണ്, ഖത്തറിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, നമുക്ക് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏഷ്യൻ അല്ലെങ്കിൽ നമുക്കൊരു ആശാനായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ആശാന്റെ ചൈനീസ് പാൻ കത്തിപ്പോയി എന്ന് ഓർക്കാം. ഓക്കെ, ആശാന്റെ ചൈനീസ് പാൻ, നമ്മൾ പറയില്ലേ ഈ ഫ്രൈയിങ് പാൻ എന്നൊക്കെ പറയുന്ന പോലെ, അപ്പൊ ചൈനീസ് പാൻ ആണത് കേട്ടോ. അപ്പൊ ആശാന്റെ ചൈനീസ് പാൻ കത്തിപ്പോയി, അതാണ് നമ്മുടെ ഖത്തർ. ഓക്കെ, അപ്പോ നമുക്കിനി 2022 തൊട്ടാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 2022 കിട്ടിയാലല്ലേ നമുക്ക് ഓരോ 4 വർഷവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ജസ്റ്റ് ഓർക്കാം, ആശാന്റെ 2 കാലും തല്ലി ഓടിക്കുക എന്നൊക്കെ നമ്മൾ മാനാർ മത്തായി സ്പീക്കിംഗിലാന്ന് തോന്നുന്നു, അതിലൊക്കെ പറയുന്നില്ലേ. അപ്പൊ അതേപോലെ 2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 2022 ചൈന, 2026 ജപ്പാൻ, 2030 ഖത്തറാണ്. ഓക്കെ, അപ്പൊ കിട്ടിയോ? ഏഷ്യൻ ഗെയിംസ് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു. അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം. കോമൺവെൽത്ത് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള കളേഴ്സ് വിബ്ജിയോർ അല്ലെ, നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഏഷ്യൻ ഗെയിംസ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ആശാന്റെ ചൈനീസ് പാൻ കത്ത് പിടിച്ചു, അത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കാം, സമ്മർ ഒളിമ്പിക് ഗെയിംസ് ആണ്. സമ്മർ ഒളിമ്പിക് ഗെയിംസ് 2020 അല്ലെങ്കിൽ നമ്മുടെ ഒളിമ്പിക് ഗെയിംസ് 2021 നടന്നിട്ടുണ്ടായിരുന്നത്, കോവിഡ് കാരണം. പക്ഷെ 2020 എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ 2020 നമ്മളെ ടോക്കിയോ ഒളിമ്പിക്സ് അല്ലെ, ടോക്കിയോ ആണ്. 2024 പാരീസ്, ഫ്രാൻസിലെ. 2028 എവിടെയാ? ലോസ് ഏഞ്ചൽസ് ആണ്, US. 2032 ബ്രിസ്ബെയിൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. ഈ ഒരു കോഡ് പഠിച്ചാൽ മതി. ടോപ്പില് ലോബി, നമ്മൾ ലോബി എന്ന് പറയില്ലേ, ഈ ടോപ്പില് മുകളിൽ പോയി കഴിയുമ്പോൾ ലോബി, അങ്ങനെ ഓർക്കാം. അപ്പൊ ടോപ്പില് ലോബി എന്ന് പറഞ്ഞാല് TO എന്ന് പറഞ്ഞാൽ ടോക്കിയോ, P എന്ന് പറഞ്ഞാൽ പാരീസ്. ഇത് രണ്ടും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഏതാ? ലോബിയാണ്. അപ്പൊ ലോ എന്ന് പറയുമ്പോൾ ലോസ് ഏഞ്ചൽസ്, B എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ബ്രിസ്ബെയിൻ ആണ്. അപ്പൊ ടോപ്പില് ലോബി എന്നുള്ള കോഡ് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ 2020 ആണ് നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സ് എന്നുള്ളതും കൂടി ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഓരോ 4 വർഷം കൂടുമ്പോൾ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ സമ്മർ ഒളിമ്പിക് ഗെയിംസ് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ സമ്മർ പാരലിമ്പിക്സ് ഗെയിംസും ഇതേപോലെ തന്നെയാണ് വേദി വരുന്നത്. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട. ഒളിമ്പിക്സ് ആണെങ്കിലും പാരലിമ്പിക്സ് ആണെങ്കിലും സെയിം തന്നെയാണ് വെന്യൂ വരുന്നത്. അടുത്തത് വിന്റർ ഒളിമ്പിക് ഗെയിംസ്. വിന്റർ ഒളിമ്പിക് ഗെയിംസ് 2022 എവിടെയാണ്? ബീജിംഗ് ആണ്, ചൈന. 2026 മിലാൻ ആൻഡ് കോർട്ടിന, ഇറ്റലിയാണ്. ഓക്കെ, വിന്റർ ഒളിമ്പിക് ഗെയിംസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? സമ്മർ ഒളിമ്പിക് ഗെയിംസ് കേട്ടോ, തമ്മിൽ മാറിപ്പോരുത്. സമ്മർ ഒളിമ്പിക് ഗെയിംസ് ആണ് നമ്മുടെ ടോപ്പില് ലോബി. നമ്മൾ പറയില്ലേ സമ്മർ എന്ന് പറയുമ്പോൾ നല്ല ചൂടാണ് അല്ലെ. അപ്പൊ നമ്മൾ ടോപ്പിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് തണുപ്പൊക്കെ കിട്ടും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഇനി വിന്റർ ഒളിമ്പിക് ഗെയിംസിൽ 2022 ബീജിംഗ് ചൈനയാണ്. 2026 നടക്കാൻ പോകുന്നത്
മിലാൻ ആൻഡ് കോർട്ടിന ഇറ്റലിയാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർക്കാം നമുക്ക്. വിന്റർ എന്ന് പറയുമ്പോൾ വിൻ ആയിട്ട് ഒരു കണക്ഷൻ കൊടുക്കാം. ജയിക്കുകയാണ് അല്ലെ. ആരാ ജയിച്ചേ? ഭീമൻ ആണ് ജയിച്ചതെന്ന് ഓർക്കാം. ഭീമൻ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ബീജിങ്ങും പിന്നെ മിലാന്റെ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഭീമൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ മനസ്സിലാക്കി വെച്ചേക്കണം, ഈ ബീജിംഗ് എന്ന് പറയുന്നത് ചൈന, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ മിലൻ ആൻഡ് കോർട്ടിന ഇറ്റലിയാണ് കേട്ടോ. മിലൻ ആൻഡ് കോർട്ടിന ഇറ്റലിയാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. അതേപോലെ തന്നെ വിന്റർ പാരലിമ്പിക് ഗെയിംസും ഇതേപോലെ തന്നെയാണ് നമ്മുടെ വേദി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് ബാക്കി നോക്കാം. ഓക്കെ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിബ്ജിയോർ ആയിട്ട് കണക്ട് ചെയ്യുക അല്ലെ. 2026 തൊട്ടാണ് തുടങ്ങുന്നത്. റിവേഴ്സ് ഓർഡറിലാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഏഷ്യൻ ഗെയിംസ് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? നമ്മുടെ ആശാന്റെ ചൈനീസ് പാൻ കത്ത് പിടിച്ചു അല്ലെ. അപ്പൊ 2022 തൊട്ടാണ് തുടങ്ങുന്നത്. ആശാന്റെ 2 കാലും എന്നുള്ള രീതിയിൽ തല്ലി ഓടിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കുക. 2022 വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ സമ്മർ ഒളിമ്പിക് ഗെയിംസ് ടോപ്പില് ലോബിയാണ് എന്നുള്ള കോഡ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വിന്റർ ആണെങ്കിൽ ഭീമൻ ആണെന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് ഫിഫ വേൾഡ് കപ്പ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 2022 നടന്നിട്ടുള്ളത് ഖത്തറിലാണ് അല്ലെ. ഖത്തറിലാണ്. ഇനി 4 വർഷം കൂടുമ്പോഴാണ് അപ്പൊ 2026 നടക്കാൻ പോകുന്നത്. ജസ്റ്റ് ഓർക്കാം, നമുക്ക് മാക്ക് എന്ന് ഓർക്കാം. നമ്മുടെ ആപ്പിളിലൊക്കെ പറയില്ലേ മാക്ക്. അപ്പൊ മെക്സിക്കോ, എ എന്ന് പറയുമ്പോൾ അമേരിക്ക ഓർക്കാം, സി ഫോർ കാനഡ. ഓക്കെ, കാനഡയാണ് കേട്ടോ. അപ്പൊ മാക്ക് എന്നുള്ളത് ഓർക്കാം, മെക്സിക്കോ, അമേരിക്ക, കാനഡ. 2022 ഖത്തർ അല്ലെ. ഇനി ഫിഫ വുമൺസ് വേൾഡ് കപ്പ് ചോദിക്കുകയാണെങ്കിൽ 2023 നടന്നിട്ടുണ്ടായിരുന്നത്. എവിടെയാണ്? ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം, വേണമെങ്കിൽ ചോദിക്കാം. 2023 നടന്നിട്ടുള്ള എവിടെയാണ്? ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡും. ഇനി 4 വർഷം കഴിയുമ്പോൾ 2027 നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ്. ഓക്കെ, 2027 നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഓർക്കാം നമുക്ക് ANB. എ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ, എൻ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ്, പിന്നെ വരാൻ പോകുന്നത് ബ്രസീലിലാണ്. ഓക്കെ, അൻപ് എന്ന് പഠിക്കാലോ അല്ലെ. നമ്മൾ മലയാളത്തിലൊക്കെ പറയില്ല അൻപ്, ഇഷ്ടം. അപ്പൊ സ്ത്രീകളെയൊക്കെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. അപ്പൊ ഫിഫ വുമൺസ് വേൾഡ് കപ്പ് ആണ് ANB എന്നുള്ളത് ഓർക്കാം കേട്ടോ. അതിലെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡും 2023 2027 ബ്രസീൽ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി ഫിഫ അണ്ടർ 20 മെൻസ് വേൾഡ് കപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അണ്ടർ 17 ആണ്. അപ്പൊ അണ്ടർ 20 ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഫിഫ അണ്ടർ 20 മെൻസ് വേൾഡ് കപ്പ് എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്? 2023 നടന്നിട്ടുണ്ടായിരുന്നത് അർജന്റീന. 2025 നടക്കാൻ പോകുന്നത് ചിലിയിലാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർക്കാം, അണ്ടർ 20 എന്ന് പറയുമ്പോഴേ അവർക്ക് AC വേണം എന്ന് ഓർക്കാം അല്ലെ. ഈ 20 വയസ്സിന് താഴെയുള്ള യുവാക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എല്ലാവരും AC ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കണേന്നൊക്കെ ഓർക്കാം. അപ്പൊ AC ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോ അർജന്റീനയും സി ഫോർ ചിലിയാണ്. ഫിഫ അണ്ടർ 20 മെൻസ് വേൾഡ് കപ്പ് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് ചോദിക്കുകയാണെങ്കിൽ 2023 ഇന്തോനേഷ്യയിലാണ്. ഇതാണ് ഇപ്പൊ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് 2023 നടന്നിട്ടുള്ളത് ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യ. അപ്പൊ അണ്ടർ 17 എന്ന് പറയുമ്പോൾ കുട്ടികളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 18 താഴെയല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അകത്തിരുത്തണം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇൻഡോർ അല്ലെ, അകത്തിരുത്തണം എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇൻഡോ വെച്ചിട്ട് ഇന്തോനേഷ്യ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാം. അപ്പൊ അണ്ടർ 20 ആണെങ്കിലാണ് നമ്മുടെ AC വരുന്നത് കേട്ടോ. AC അതായത് അർജന്റീനയും ചിലിയും വരുന്നത്. ഇനി അണ്ടർ 17 ആണെങ്കിൽ ഇന്തോനേഷ്യയാണ്. പിന്നെ എന്താ പഠിച്ചത്? ഫിഫ വുമൺസ് വേൾഡ് കപ്പ് ആണ്. അപ്പൊ വുമൺ എന്ന് പറയുമ്പോൾ 50 നമ്മൾ പറഞ്ഞു. 50 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ANB അല്ലെ. അപ്പൊ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ബ്രസീൽ. പിന്നെ ഫിഫ വേൾഡ് കപ്പ് ഖത്തറും, പിന്നെ നമ്മുടെ മാക്ക് അല്ലെ, ആപ്പിളിന്റെ മാക്ക് ഓർക്കാം, മെക്സിക്കോ, അമേരിക്ക, കാനഡ. പിന്നെ വിന്റർ ഒളിമ്പിക് ഗെയിംസ് കിട്ടുന്നുണ്ടല്ലോ. വിന്റർ എന്ന് പറയുമ്പോൾ വിൻ ചെയ്യുന്നത് ഭീമൻ ആണ് അല്ലെ, ബീജിങ്ങും. MN സ്റ്റാൻഡ്സ് ഫോർ മിലൻ ആൻഡ് കോർട്ടിന ഇറ്റലി എന്നുള്ളത് പഠിച്ചു വെക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കപ്പുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ക്രിക്കറ്റിന്റെ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. വർഷം വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു സെഷനുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ബൈ.